angels prostrate fall, bring forth the royal diadem and crown him, crown him, crown him, crown him, and crown him Lord of all. Let every kindred, every tribe on this terrestrial board, on this terrestrial board, to him all majesty ascribe, and crown him, crown him, crown him, crown him, and crown him Lord of all. Oh, that with yonder sacred throne we at his feet may fall, we at his feet may fall. Join in the everlasting song, and crown him, crown him, crown him, crown him, and crown him Lord of all. Greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ജനമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? Oh, turn from your sins while there is yet time. Put them behind you and receive a new heart and a new spirit. For why will you die? The book of Ezekiel, chapter 18, verse 31. Dear sisters and brothers in Christ, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ 4 തിരുവചന പാഠങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ പരിവർത്തനം, രൂപാന്തരം, അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരം, ഈ 3 തലങ്ങളിലുമുള്ള സമൂലമായ മാറ്റം, ആ രൂപാന്തരം അത് സാധ്യമാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിക്കണം. അവൻ്റെ ലോഡ്ഷിപ്പിൽ നാം ആയിരിക്കണം. അവന് നമ്മെ തന്നെ സമർപ്പിക്കണം. ഒന്നാമതായി, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യരിൽ രൂപാന്തരം കൊണ്ടുവരുന്നത്. രണ്ടാമതായി, യേശുക്രിസ്തു നമ്മെ എന്താണ് പഠിപ്പിച്ചത്? അതായത് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ നാം ഉൾക്കൊള്ളുമ്പോൾ, ആ വചനങ്ങൾ നാം അനുവർത്തിക്കുമ്പോൾ അത് നമ്മിൽ രൂപാന്തരം കൊണ്ടുവരും. മൂന്നാമതായി, രൂപാന്തരപ്പെട്ട നാം ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങളായി നിലകൊള്ളുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ രൂപാന്തരപ്പെടുവാൻ ഇടയാകും. അങ്ങനെ നമ്മുടെ രൂപാന്തരം
മറ്റുള്ളവരുടെ രൂപാന്തരത്തിലേക്കും വഴിതെളിക്കപ്പെടും. ഇന്നത്തെ പ്രധാന തിരുവചന പാഠമാണ് വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാം അതിലേക്ക് പോകുന്നതിന് മുമ്പേ യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ നമ്മുടെ ദൈവം മനുഷ്യരാശിയോട് ചെയ്യുന്ന ആഹ്വാനമാണ്, രൂപാന്തരപ്പെടുവാനുള്ള ആഹ്വാനമാണ് നാം വായിക്കുവാൻ പോകുന്നത്. എന്താണ് ദൈവം മനുഷ്യരാശിയോട് പറയുന്നത്? യഹോവയാം ദൈവം പറയുകയാണ്, എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യം? ഇതാര് പറയുന്നതാണ് സഹോദരങ്ങളെ? നമ്മുടെ സൃഷ്ടാവായ ദൈവം പറയുന്നതാണ്. ഇന്ന് ആരെങ്കിലും വിചാരിക്കുകയാണോ, ഞാൻ ദുഷ്ടനാണ്, ഞാൻ ഇത്രയും നാൾ ദുഷ്ടത പ്രവർത്തിച്ചാണ് ജീവിച്ചത്, എനിക്ക് ദൈവത്തിങ്കൽ രക്ഷയില്ല, ആരും എന്നെ സഹായിക്കില്ല എന്ന് വിചാരിച്ചാണോ നിങ്ങൾ ഇരിക്കുന്നത്? അതാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ദുഷ്ടൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ പാതയിൽ നടക്കണം. അപ്പോൾ അവൻ രക്ഷ പ്രാപിക്കും. എന്നാൽ നീതിമാന്മാരോട് കർത്താവ് പറയുകയാണ്, നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? ദൈവം ചോദിക്കുകയാണ്. നീതിമാനെന്ന് ധരിച്ച് ചുറ്റുമുള്ളവരിലേക്കാട്ടിലും ഞാൻ നീതിമാനാണ്, അവരെ പോലെ ഞാൻ പാപം ചെയ്യുന്നില്ല, ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല എന്ന് ധരിച്ച് നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് ദുഷ്ടത പ്രവർത്തിച്ചാൽ അവൻ മരിക്കും നിശ്ചയം. അവൻ ചെയ്ത നീതിയൊന്നും അവന് കണക്കിടുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും തന്നെ അവൻ മരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ജനമേ കേൾപ്പീൻ, എൻ്റെ വഴി ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നിമിത്തം മരിക്കും. അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ജീവനോടെ രക്ഷിക്കും. അവൻ ഓർത്തു താൻ ചെയ്ത അതിക്രമങ്ങളെയൊക്കെയും വിട്ടുതിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ പറയുന്നു, കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല. ജനമേ കേൾപ്പീൻ, എൻ്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? അതുകൊണ്ട് ജനമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തനും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ജനമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവീൻ. യെഹെസ്കേൽ പ്രവാചകൻ ഇത് ഇസ്രായേലിനോട് പറയുന്നതാണ്. തൻ്റെ ജനമായ ഇസ്രായേലിനോട് ഇത് പറയുമ്പോൾ ലോക ജനതതി അവർക്കും ഇത് ബാധകമാണ്.
സകല ഭൂസ്യമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം. പല മനുഷ്യരും ആ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്. കർത്താവിനോട് ജനം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കർത്താവിനോട് പറയുകയാണ്, കർത്താവിൻ്റെ വഴി ചൊവ്വുള്ളതല്ല. കാരണം നീതിമാൻ നീതിയോട് ജീവിച്ചിട്ട് ഒടുവിൽ അവൻ നീതി വിട്ടു തിരിഞ്ഞ് ദുഷ്ടൻ പ്രവർത്തിക്കുന്നത് പോലെ ദുഷ്ടത ചെയ്താൽ അവൻ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? ദൈവത്തിൻ്റെ വഴി ചൊവ്വുള്ളതല്ലല്ലോ എന്നാണ് മനുഷ്യൻ പറയുന്നത്. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വഴികളാണ് ചൊവ്വില്ലാത്തത്, എൻ്റെ വഴികൾ ചൊവ്വുള്ളതാണ്. കാരണം ലോകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ പാപികളായി നിങ്ങളെ തന്നെ നശിപ്പിച്ച ആ സമയം മുതൽ ഞാൻ പല പ്രവാചകന്മാരിൽ കൂടി ഞാൻ തന്നെ നിങ്ങളോട് പറയുകയായിരുന്നു, ജനമേ മടങ്ങി വരിക, തിരിച്ചു വരിക, നിങ്ങളുടെ പാപങ്ങളെ വിട്ട് തിരിയുക. പിന്നെയും മനുഷ്യൻ പറയുന്നു, yet you say the Lord is in being fair. ദൈവം ഫെയർ അല്ല എന്ന് പറയുവാൻ എല്ലാവരുടെയും നാവ് പൊങ്ങും. അവർക്ക് വരുന്ന ഓരോ സംഗതികൾ, ഓരോ അനർത്ഥങ്ങൾ കാണുമ്പോഴും അവർ പറയും, ദൈവം നീതിമാനല്ല, ദ ലോർഡ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയുവാനാണ് മനുഷ്യൻ ആദ്യമേ മുതിരുന്നത്. അവരോട് കർത്താവ് ഇന്നത്തെ തിരുവചന ഭാഗത്തൂടെ സംസാരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? O people of Israel, am I the one who is unfair or is it you? ഞാനാണോ അൺഫെയർ ആയിരിക്കുന്നത് അതോ നിങ്ങളാണോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. എത്ര സ്നേഹവാനായ ഒരു ദൈവമാണ്! ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെയാണ് അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യജാതിയോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് എവിടെ കാണുവാൻ കഴിയും സഹോദരങ്ങളെ? O people of Israel, am I the one who is unfair or is it you? When a good man turns away from being good and begins sinning and dies in his sins, he dies for the evil he has done. And if a wicked person turns away from his wickedness and obeys the law and does right, he shall save his soul, for he has thought it over and decided to turn from his sins and live a good life. ദുഷ്ടൻ എപ്പോഴും മാനസാന്തരത്തിന് ഒരു ഹൃദയം അവനിലുണ്ട്, നീതിമാൻ്റേതുപോലെ അല്ല. നീതിമാൻ്റെ ഹൃദയം എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ നീതിമാനാണ്, മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്, ദൈവസന്നിധിയിൽ എനിക്ക് നീതിയുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് അവൻ്റെ മനസ്സിൽ. അതേസമയം ദുഷ്ടത പ്രവർത്തിക്കുന്ന ദുഷ്ടൻ, അയ്യോ ഞാൻ ദുഷ്ടനാണ്, ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷയില്ലല്ലോ, അങ്ങനെ ഒരു അനുതാപത്തിൻ്റെ ഒരു പാപം അവനിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ തൻ്റെ വഴികളെ ഓർക്കും, അവൻ തൻ്റെ വഴികളെ ഓർത്ത് ആ പാപമെല്ലാം വിട്ടുതിരിഞ്ഞ് ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ അവന് മനസ്സുണ്ട്. ഹി ഷാൽ ഷുവർലി ലീവ്, ഹി ഷാൽ നോട്ട് ഡൈ. അതാണ് കർത്താവ് പറയുന്നത്. I will judge each of you and punish or reward each according to your own actions. O turn from your sins while there is yet time. Put them behind you and receive a new heart and a new spirit. For why will you die? നിങ്ങൾ എന്തിനു മരിക്കണം? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ ആഹ്വാനം നിങ്ങൾ കൈക്കൊള്ളുമോ? നിങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുഷ്ടതയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ പാപവഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരുവീൻ. ദൈവത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. അവൻ തൻ്റെ നീതി നിങ്ങളെ ഇടുവിക്കും. ആ നീതി നിങ്ങളെ അണിയിക്കും. യേശുക്രിസ്തുവിൻ്റെ നീതി, അതായത് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം അത് നിങ്ങൾക്ക് ഇടയാക്കും. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളയിടത്ത്, അതുപോലെ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ യാതൊരു സംശയവും ഉന്നയിക്കാതെ, ചോദ്യം ചെയ്യാതെ അതേപോലെ അനുസരിക്കുന്നയിടത്ത് എങ്ങനെയാണ് രൂപാന്തരം സംഭവിക്കുന്നത് എന്നാണ് സുവിശേഷകനായ യോഹന്നാൻ ആ സുവിശേഷ ഭാഗത്തോടെ നമ്മെ പഠിപ്പിക്കുന്നത്. യാതൊരു നിറമോ മണമോ രുചിയോ ഇല്ലാത്ത പച്ചവെള്ളത്തെ എങ്ങനെയാണ് മേൽത്തരമായ വീഞ്ഞാക്കി യേശുതമ്പുരാൻ മാറ്റിയത് എന്ന് സുവിശേഷകൻ ഇവിടെ വിവരിച്ചിരിക്കുന്നു. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1-11. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 20 മുതൽ 30 ഗ്യാലൻസ് വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. അതായത് 113 ലിറ്റേഴ്സ് വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് യേശു പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ എല്ലാവരും അവനിൽ വിശ്വസിച്ചു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ജഡം ധരിച്ച സാക്ഷാൽ ദൈവമാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ ആർക്കെങ്കിലും വൈമുഖ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊരു സംശയം ആരുടെയെങ്കിലും ഹൃദയത്തിൽ അല്പമായെങ്കിലും അവശേഷിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ചരിത്ര സംഭവം അവർക്കുള്ള ഉത്തരമാണ്. യേശു അത്ഭുതം ചെയ്ത ഗലീലയിലെ ഈ കാന ഇന്നും അവിടെയുണ്ട് സഹോദരങ്ങളെ. അറബികൾ പാർക്കുന്ന ഈ ടൗൺ കഫർ കാന എന്ന് അറിയപ്പെടുന്നു. നസ്രയത്തിൽ നിന്ന് 7 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. യേശുവും ശിഷ്യന്മാരും മാതാവും ക്ഷണിക്കപ്പെട്ടത് ഒരു വിവാഹ വിരുന്നിലേക്കായിരുന്നു. യഹൂദന്മാരുടെ വിവാഹ വിരുന്ന്. ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഭവനം മാതാവിൻ്റെ അനുജത്തിയായ എലിസബത്തിൻ്റെ ഭവനമായിരുന്നു എന്നാണ്. ഇവിടെ വേഴ്സ് 3 നാം വായിക്കുന്നു, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അതായത് ഈ വീഞ്ഞ് വിളമ്പുക എന്നാൽ, അല്ലെങ്കിൽ വീഞ്ഞ് കുടിക്കുന്നത് ഒരു കൾച്ചറൽ ഇവൻ്റാണ്. കൾച്ചറൽ സിംബൽ ഓഫ് സെലിബ്രേഷൻ. വിവാഹം പോലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ യഹൂദ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ് വീഞ്ഞ് കുടിക്കുന്നത്. അവരുടെ പാരമ്പര്യവും ആചാരങ്ങളുമെല്ലാം ഒരുമിക്കുന്ന ഒരു ഘടകമാണ് ഈ വീഞ്ഞ്. അതുകൊണ്ടാണ് ഇവിടെ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മാവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത്. അതായത് ദ വൈൻ സപ്ലൈ റാൻ ഔട്ട് ഡ്യൂറിങ് ദ ഫെസ്റ്റിവിറ്റീസ് and Jesus' mother came to him with the problem. I can't help you now, Jesus said. It isn't yet my time for miracles. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടക്കണമെങ്കിൽ എത്രമാത്രം സ്വാതന്ത്ര്യം മാതാവിനും യേശുവിനും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ മാതാവ് പറയുകയാണ്, വേഴ്സ് 5 നാം വായിക്കുമ്പോൾ, അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്,
അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. എന്തിനാണ് മാതാവ് അങ്ങനെ പറഞ്ഞത്? കാരണം മാതാവിനറിയാം എന്താണ് അടുത്തതായി സംഭവിക്കുവാൻ പോകുന്നത്. മാതാവ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്താണ് എൻ്റെ മകൻ പറയുന്നത്? എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നത്? ഈ യേശു തൻ്റെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ, അതിനു മുമ്പേ മുതൽ തന്നെ സ്വർഗത്തിലെ ദൂതൻ്റെ ആഗമനവും ദൂതൻ്റെ സംസാരവും എല്ലാമായി മാതാവ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്തൊക്കെയാണ് ഇതിവിടെ നടക്കുന്നത്? തനിക്ക് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ദൂതൻ എന്താണ് ഈ പറയുന്നത്? ഈ യേശുവിനെ ഗർഭം ധരിച്ച മറിയം യേശുവിനെ പ്രസവിക്കുന്ന സമയത്തും തുടർന്നുള്ള ഓരോരോ ദിവസങ്ങളിലും ഈ 30 വയസ്സുവരെയും തൻ്റെ മകനോടൊപ്പം ജീവിച്ചപ്പോൾ മകൻ്റെ സംസാരം, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ, പ്രവർത്തികൾ, അതിശയങ്ങൾ എല്ലാം മാതാവിനെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് മാതാവിന് നിശ്ചയമുണ്ടായിരുന്നു. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ ദൈവപുത്രനാണ്. സംശയത്തിന് വകയില്ലാതെ, അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടാകുകയാണെങ്കിൽ അതിനെല്ലാം നിവർത്തീകരണം സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിവർത്തീകരണമായിട്ട് ഈ പുത്രൻ അവിടെ പെരുമാറുമായിരുന്നു. പുത്രൻ്റെ ഓരോ സംസാരങ്ങൾ, ചെയ്തികൾ എല്ലാം മാതാവിനെ എക്സൈറ്റഡ് ആക്കുന്നതായിരുന്നു. അത്രമാത്രം ഒരു വിശ്വാസം തൻ്റെ പുത്രനിൽ ഉണ്ടായിട്ട് ആണ് മാതാവ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ, പെട്ടെന്ന് ചെയ്തോണം. കാരണം തുടർന്ന് നടക്കുവാൻ പോകുന്നത് കാണുവാൻ ഞാനും എക്സൈറ്റഡ് ആണ്. ആ രീതിയിലാണ് അവിടെ സംഭവങ്ങൾ നടന്നത്. യേശു അവരോട് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന 6 കൽപ്പാത്രങ്ങൾ അത് വെള്ളം കോരി നിറയ്ക്കുവാനായിട്ട്. പരിചാരകന്മാർ അത് കേട്ടപാടെ വക്കോളം കോരി അങ്ങ് നിറച്ചു. കാരണം യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോണമെന്ന് സ്വന്തം മാതാവാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ട് എന്നവർ മനസ്സിലാക്കി. അവർ അനുസരിച്ചു. പിന്നെ അവിടെ ഒന്നും എന്തെങ്കിലും സംസാരിച്ചതായിട്ട് നാം ഇവിടെ കാണുന്നില്ല. നമുക്കറിയാം ഈ യേശു സാക്ഷാൽ ദൈവമായിരുന്നത് കൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് യേശു പറയുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. പരിചാരകന്മാർ അതും അനുസരിച്ചു. അവർ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തു. വീഞ്ഞു കുടിക്കുന്ന പാത്രത്തിൽ, വൈൻ ഗോബ്ലറ്റ്, അത് കൊണ്ടു കൊടുത്തു കാണും. അങ്ങനെ കൊടുത്തു കാണും. വിരുന്നുവാഴി അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സെറിമണീസ് അതിനെ ഒന്ന് നോക്കി. അത് നോക്കിയപ്പോൾ തന്നെ അത് പ്രകാശത്തിൽ ഇങ്ങനെ വെച്ച് നോക്കി കാണണം. അപ്പോൾ മനസ്സിലാക്കി, അതിൻ്റെ ടെക്സ്ചർ മനസ്സിലായി. ഇത് വെള്ളമല്ല എന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. ഇത് വെള്ളമല്ല എന്ന് മനസ്സിലായി. പിന്നെ അദ്ദേഹം അതിങ്ങനെ സ്വേൾ ചെയ്ത് നോക്കി കാണണം. അതായത് അങ്ങനെ സ്വേൾ ചെയ്തിട്ട് പിന്നെ അദ്ദേഹം അത് സ്നിഫ് ചെയ്തു. അത് മണപ്പിച്ച് നോക്കി. നല്ല മണം. ഇത് പച്ചവെള്ളമല്ല എന്ന് ഉറപ്പിച്ചു. പിന്നെ പതുക്കെ സിപ്പ് ചെയ്തു. സിപ്പ് ചെയ്ത് വായി എല്ലാം ആകത്തക്ക വിധം അദ്ദേഹം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ അത് സ്ലോലി കുടിക്കുകയാണ്. അത് ആസ്വദിക്കുകയാണ്. ഉറപ്പിച്ചു കഴിഞ്ഞു, ഇത് മേൽത്തരമായ വീഞ്ഞ് തന്നെ. അടുത്തതായിട്ട് ഈ വിരുന്നുവാഴി അല്ലെങ്കിൽ ഈ മാസ്റ്റർ ഓഫ് ദ ഫീസ്റ്റ് ചെയ്യുന്നത് എന്താണ്? മണവാളൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അല്ലെങ്കിൽ മണവാളനെ വിളിച്ച് പറയുകയാണ്,
എന്താണ് നീ ചെയ്തത്? സാധാരണ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അത്രമാത്രം എക്സൈറ്റഡായി ഈ വിരുന്നുവാഴി. പക്ഷെ വിരുന്നുവാഴി അറിയുന്നില്ല ഇത് മണവാളൻ സൂക്ഷിച്ചു വെച്ചതാണോ അതോ യേശുക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കിയതാണോ എന്നൊന്നും ഇദ്ദേഹം അറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കമൻ്റാണ് അവിടെ വന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സാധാരണ നോൺ ആൽക്കഹോളിക് റെഗുലർ വൈൻ ആയിരുന്നില്ല. ഇതിനകത്ത് 11 to 12% ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള വൈറ്റ് ഡ്രൈ ആരോമാറ്റിക് വൈനായിരുന്നു. ഇത് വിരുന്നുവാഴിയുടെ കമൻ്റാണ്. വിരുന്നുവാഴിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഇക്കാര്യത്തിൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്രമാത്രം നല്ല വീഞ്ഞ് എങ്ങനെയാണ് ഉണ്ടായത്? അതായത് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് വെറും പച്ചവെള്ളം അതിന് സമൂലമായ പരിവർത്തനം നടന്നു. വിരുന്നുവാഴിയാൽ പ്രശംസിക്കപ്പെടത്തക്കവണ്ണം ഇത് മേൽത്തരമായ വീഞ്ഞ് തന്നെ എന്ന് പറയത്തക്കവണ്ണം വീഞ്ഞിനെ, അത് 1-2 കുപ്പിയല്ല, 680 ലിറ്റേഴ്സാണ് അവിടെ വീഞ്ഞുണ്ടായത്. 680 ലിറ്റേഴ്സ്. അവിടെ വിരുന്നിന് വന്നവരെല്ലാം കുടിച്ചു കഴിഞ്ഞ് വീട്ടിലും കൊണ്ടുപോയി കാണണം. അതുപോലെ നല്ല രുചികരമായ വീഞ്ഞ്. ഈ പച്ചവെള്ളത്തിന് സംഭവിച്ച ഈ രൂപാന്തരം സഹോദരങ്ങളെ, അത് ഇൻസ്റ്റൻ്റ് ആയിരുന്നു. കാരണം ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു തൻ്റെ വാക്കിനാൽ, തൻ്റെ നോട്ടത്താൽ അവിടെ അത്ഭുതം നടന്നു. അതുപോലെയാണ് ഇത് ഇൻസ്റ്റൻ്റായിട്ട് നടക്കുക. അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് രൂപാന്തരം വരുന്നത്, അല്ലെങ്കിൽ രൂപാന്തരം കർത്താവ് വരുത്തുന്നത് ഇൻസ്റ്റൻ്റായിട്ട് സംഭവിക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ഇങ്ങനെ ഒരു തരം വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ, ഇത്രമാത്രം മേൽത്തരമായ ഒരു വീഞ്ഞ് സാധാരണഗതിയിൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയമെടുക്കുമായിരുന്നു? മുന്തിരിങ്ങ പറിച്ച് അത് കഴുകി അതിനകത്തെ എല്ലാ മാലിന്യങ്ങളും മാറ്റി കഴിഞ്ഞ് ചതച്ച് അത് പിന്നെ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ അത് 10-12 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അരിച്ച് പിന്നെയും അത് ഫെർമെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മച്ചുറേഷന് വേണ്ടി, ഏജിങ് പ്രോസസ്സിന് വേണ്ടി അത് വെച്ചിരിക്കും. 4-5 വർഷം സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലെ മേൽത്തരമായ നല്ല സുന്ദരമായ വീഞ്ഞ് കിട്ടുകയുള്ളൂ. അത്രമാത്രം സമയമെടുക്കാവുന്ന ഒരു പ്രോസസ്സാണ് നിമിഷ നേരം കൊണ്ട് യേശുക്രിസ്തു രൂപാന്തരം വരുത്തിയത്. ആ പച്ചവെള്ളത്തെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തെ എത്രമാത്രം സുന്ദരമാക്കി മേൽത്തരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇൻസ്റ്റൻ്റായിട്ട് അവൻ സൗഖ്യമാക്കും, അവൻ രൂപാന്തരം വരുത്തും, അവന് മനുഷ്യഹൃദയങ്ങളെ മാറ്റുവാൻ കഴിയും. അതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിങ്കിലേക്കാണ് സഹോദരങ്ങളെ ഈ ഞായറാഴ്ച യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. കടന്നു വരിക, നിങ്ങൾ കടന്നു വരിക. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെണ്മയാക്കുവാൻ എനിക്ക് കഴിയും എന്നാണ് യേശു പറയുന്നത്. ഈ വിളിയെ നിങ്ങൾ ശ്രവിക്കുമോ? നിങ്ങൾക്ക് രൂപാന്തരം ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഈ ലോകത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ
ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവത്തിൻ്റെ മഹത്വം കാണുക, അവനോട് ചേർന്നിരിക്കുക, ദൈവാനുരൂപരായി നാം വളരുക. അതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത്? അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഈ പ്രമോദത്തിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. യേശു ക്രിസ്തു തൻ്റെ നീതി നമ്മെ ഇടുവിക്കുവാൻ വേണ്ടി അവൻ നോക്കി പാർത്തിരിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് നാം കടന്നു വരുമോ? നമ്മെ സ്നേഹിക്കുന്നവനായ നമ്മുടെ കർത്താവ് തൻ്റെ അടുത്തേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം അതിന് മനസ്സ് വയ്ക്കണം. കർത്താവ് തൻ്റെ നീതി നമ്മെ ഇടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. നാം എങ്ങനെ ഈ കർത്താവിൻ്റെ ഈ വിളിയോടെങ്ങനെ നാം പ്രതികരിക്കണം എന്നുള്ളതാണ് അടുത്ത വചനപാഠം. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സസ് 11-14. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നാം എത്രമാത്രം നിർമ്മതരായിരിക്കണം! വിശുദ്ധിയിലേക്ക് നാം നമ്മെ തന്നെ ആനയിക്കണം. കർത്താവിൻ്റെ വിളിയെ നാം ശ്രവിച്ചുകൊണ്ട് എത്രമാത്രം കർത്താവിനോട് നാം അടുക്കണം. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് അറിയുന്നത് പോലെയാണിത്. പ്രഭാതമായി കഴിയുമ്പോൾ നാം വീണ്ടും കിടന്ന് ഉറങ്ങുകയില്ല. നാം പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അയ്യോ നേരം വെളുത്തു, പ്രഭാതമായി, ഇനി ഞാൻ എഴുന്നേൽക്കണം, പെട്ടെന്ന് എഴുന്നേൽക്കണം, അടുത്ത കാര്യങ്ങൾ, പ്രഭാതത്തിലെ പകൽക്കാലത്തെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ പോകണം, യാത്ര പുറപ്പെടണം, അർജൻസിയാണ്. അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ മനസ്സിലാക്കണം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ മാറ്റിക്കളയണം. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. The night is far gone. The day of his return will soon be here. So quit the evil deeds of darkness and put on the armor of right living, as we who live in the daylight should. Be decent and true in everything you do, so that all can approve your behavior. കർത്താവിൻ്റെ വരവ് അടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് അടുത്തു. ഇനിയും നമ്മൾക്ക് ഒരുങ്ങാൻ നേരമില്ല. പെട്ടെന്ന് ചെയ്യുക. ഇനിയും നമുക്ക് സമയമില്ല. പ്രഭാതമായി, കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ള ബോധത്തോടെ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ വിളിയെ നാം ശ്രവിക്കണം. Be decent and true in everything you do, so that all can approve your behavior. Don't spend your time in wild parties and getting drunk, or in adultery and lust, or fighting or jealousy. But ask the Lord Jesus Christ to help you live as you should, and don't make plans to enjoy evil. ഈ ദുഷ്ടലോകത്തിലെ തിന്മകളെ ആസ്വദിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് നാം ജഡത്തിനായി ചിന്തിച്ചുകൂടാ. കാരണം ഈ കൃപായുഗം അവസാനിക്കാറായ സഹോദരങ്ങളെ, കർത്താവ് വരാറായി. ഇനിയും നമുക്ക് സമയമില്ല ഒരുങ്ങുവാൻ, തയ്യാറാകുവാൻ. പെട്ടെന്ന് ചെയ്യണം. പെട്ടെന്ന് നാം വിശുദ്ധിയിലേക്ക് വളരണം. കർത്താവിൻ്റെ വിളിയെ ശ്രവിക്കണം. അതാണ് ഇവിടെ പറയുന്നത്.
ദൈവം തൻ്റെ സ്നേഹാതിരേകത്താൽ ലോകത്തെ ദൈവത്തോട് നിരപ്പിച്ചു. എങ്ങനെ? ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് അടുത്ത വേദവചന പാഠം 2 Corinthians chapter 5 verses 17-21 നമ്മോട് പറയുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ വലിയൊരു ജോലി നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലന്മാരെയും നമ്മെയും എല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. പൗലോസ് ഇവിടെ ഇക്കാര്യം പറയുമ്പോൾ പൗലോസിനെ ഏൽപ്പിച്ചതുപോലെ നമ്മെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ശുശ്രൂഷ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ വചനമാണ് നമ്മെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വേഴ്സ് 20 പറയുന്നു, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നാമും ഈ അപേക്ഷയാണ് ലോകത്തോട് കഴിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി നാം പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. ഇത് പറയുവാനാണ് നമ്മെ ഇന്ന് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി, ക്രൈസ്റ്റ് അംബാസഡേഴ്സ്. എന്താണ് നാം പറയേണ്ടത്? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, അതായത് നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹിമയിൽ ജീവിക്കുന്നത് അത് നമുക്ക് വേണ്ടിയാണ്. നമ്മെ തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നാം പറയേണ്ടത്. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? എന്താണ് ദൈവം യേശുക്രിസ്തുവിലൂടെ ചെയ്തത്? അതാണ് നാം പറയേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി ഈ ലോകത്തോട് നാം വിളിച്ചു പറയണം, ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന്. കാരണം പാപമറിയാത്ത യേശുവിനെ നാം യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവിനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കുകയായിരുന്നു, നമ്മോടുള്ള മഹാസ്നേഹം നിമിത്തം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എത്രമാത്രം നാം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇത്രമാ സ്നേഹം ആണ് ദൈവം ക്രൂശിൽ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത്. ഇത് നാം ലോകത്തോട് വിളിച്ചു പറയണം. യേശുക്രിസ്തുവിൻ്റെ അംബാസഡർമാരായി നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയണം. പാപമില്ലാതിരുന്ന യേശുവിനെ നാം യേശുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ അറ്റ് ബെഥസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ആ സമയം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.